കാപ്പുകാട് രാവിന്റെ ഇരുട്ട് ഭേദിച്ച് പ്രഭാതത്തിലേക്ക് നടന്നു തുടങ്ങി. ഉത്സവത്തിന്റെ പെരുമ്പറകൾ അകമ്പടിയില്ല. കാടിന്റെ വന്യ സൗന്ദര്യത്തിലൂടെയാണ് യാത്ര. ആനകളെ സ്നേഹച്ചെങ്ങലകളാൽ മാത്രം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം. കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആനകൾക്ക്, ആനക്കുട്ടികൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രം. അതാണ് കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം. അപ്പം കുറച്ച് ആനക്കാര്യം കേട്ടാലോ. ാണ് വനം വകുപ്പ് കാപ്പുകാട്ടിൽ ഈ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയത്. കേരളത്തിലെ വനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയതോ പരിക്കു പറ്റിയതോ ജീവിക്കില്ലെന്ന് കരുതി ആനക്കൂട്ടം ഉപേക്ഷിച്ചതോ ആയ ആനകളാണ് ഇതെല്ലാം. ജീവൻ നിലനിർത്താൻ ഔഷധവും കാടിന്റെ സ്വാഭാവിക സ്നേഹവും നൽകി കാപ്പുകാട് ചേർത്ത് പിടിച്ചവർ 17 പേരുണ്ട്. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാടിന്റെ സ്വാഭാവികതയിൽ ആനയ്ക്ക് നിൽക്കാമെന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ ഒരു കൂട്ടം ആനകളെ പാർപ്പിക്കുകയാണെങ്കിൽ ആ ഫെൻസിങ് ഏതാണ്ട് 5 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഒരാന മാത്രമാണ് ഉള്ളതെങ്കിൽ ആ 1 ഏക്കർ സ്ഥലത്ത് ഈ കാണുന്ന കാട്ടിനകത്ത് ആനകൾക്ക് ഇഷ്ടം പോലെ നടക്കും. ഇതിൽ ആനകളെ പകൽ സമയങ്ങളിൽ പൂർണ്ണമായി തുറന്നു വിടുക, ചെയിൻ ഫ്രീ ആയിട്ട് തുറന്നു വിടുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഇളം വെയിലേറ്റ് 5 കിലോമീറ്റർ നടത്തം. പ്രഭാത നടത്തമെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കാനുള്ള പോക്കാണ്, അതിന്റെ തയ്യാറെടുപ്പുകളാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളതാണല്ലോ. അപ്പൊ ഇവരുടെ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധയാണ്? ഒരു റുട്ടീനുണ്ട് ആനയുടെ. ഇപ്പം നിങ്ങൾ രാവിലെ തൊട്ട് കണ്ടുവരുന്ന പോലത്തെ ആനയെ രാവിലെ നടത്തം, അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കലാണ്. കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ വെള്ളത്തിൽ കിടത്തി പാപ്പാൻ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് 2 നേരം കുളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഉരച്ച് കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പാനും ആനയും തമ്മിലുള്ള ബോണ്ടിങ് ആ ഉരച്ച് കുളിപ്പിക്കൽ നിന്നാണ് വരുന്നത്. ഇവിടെ കൂടുതലും വരുന്ന ആനകൾ പരിക്കേറ്റ നിലയിലോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ഒക്കെ വരുന്ന ആനകളാണ്. അപ്പൊ അവർക്കുള്ള ഒരു പ്രത്യേക കെയർ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആനക്കൂട്ടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് കൂടുതൽ ഉപേക്ഷിക്കുന്നത്. കാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫന്റ് മാനേജ്മെന്റിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മിൽക്ക് കൊടുത്ത് വളർത്തി കൊണ്ടുവരിക എന്നുള്ളത്. അതെന്താണ് ഇതിപ്പം ആനയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സ്മെല്ലാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. എല്ലാവരുടെ സ്മെല്ലും കൃത്യമായിട്ട് അറിയാം. എന്റെ സ്മെല്ല് അറിയാന്നുള്ളതാണ് എന്നെ ജസ്റ്റ് തോണ്ടിയിട്ട് പോയത്. ആനകളെ അതിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ കാണാനാകുമെന്നതിനാലാണ് വിദേശികൾക്കും കാപ്പുകാട് ഇഷ്ടകേന്ദ്രമാകുന്നത്. വളരെ അടുത്ത് സുരക്ഷിതമായി നിന്ന് ആനച്ചന്തം ആവോളം ആസ്വദിക്കാം. ഈ കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിൽ ആദ്യം എത്തിയ അതിഥികളിൽ ഒരാളാണ് അമ്മു. ബത്തേരി റേഞ്ചിൽ നിന്നാണ് അമ്മുവിനെ കിട്ടുന്നത്. പിന്നീട് കോടനാടേക്ക് കൊണ്ടുവന്നു. ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു അമ്മുവിനെ ലഭിച്ചത്. അങ്ങനെയാണ് ഈ വാലിൻ്റെ അറ്റത്തൊരു പരിക്കുണ്ട്, അത് മുറിഞ്ഞുപോയ അവസ്ഥയിലൊക്കെയാണ്. ഇപ്പോൾ ഏതായാലും കോട്ടൂര് ആനപരിപാലന കേന്ദ്രത്തിൽ വന്നിങ്ങനെ സുഖമായി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ. ആ സോമനെ പാർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലാണ് എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. തരാം. കുളി കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള സമയം. അരിയും ഗോതമ്പും റാഗിയും മുതിരയും ചെറുപയറും അടങ്ങുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം. ഭക്ഷണം കഴിഞ്ഞാൽ ചിട്ടകൾ മാറ്റിവെച്ച് ആനക്കൂട്ടത്തെ അവരവരുടെ വഴിക്ക് വിടും. കാട്ടിനുള്ളിൽ മണ്ണുവാരി എറിഞ്ഞും വികൃതി കാട്ടിയും ആനകൾ കാട്ടാനകളാകും. നീരുകാലമായാൽ ആനകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാണിത്. ആന പിടിച്ചാലും പൊളിയാത്ത കൂട്. കാരണം ഇത് കമ്പകത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൂടാണ്. ചങ്ങലകളില്ലാതെ ആനകൾക്ക് ഈ കൂട്ടിനുള്ളിൽ നിൽക്കാമെന്നുള്ളതാണ് പ്രത്യേകത. ആനവിശേഷങ്ങൾ അറിയാനും ആനയെ അടുത്തറിയാനും അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കാപ്പുകാട് ലോക നിലവാരത്തിലേക്ക് ഉയരും.